അപ്പൊ പറഞ്ഞ പോലെ അതേമാതിരി പറഞ്ഞ പോലെ പാല് കൊടുത്താൽ മതി. അപ്പൊ ജോലിക്ക് പോവുകയും ചെയ്യാം, ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിൽ തടസ്സം ഉണ്ടാവില്ല. ഓക്കെ, ശരി. ഇത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. 6 മാസം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ എങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം. കാരണം അമ്മ മിക്കവാറും രാവിലെ 10 മണി തൊട്ടിട്ട് 5 മണി വരെ വർക്കിംഗ് ആയിരിക്കും. അപ്പൊ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുട്ടിക്ക് എന്തായാലും പാല് വേണം. അപ്പൊ ഈ ഒരു ബ്രേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് നിൽക്കാതെ മറ്റു പാലുകൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. അതിനെ പറ്റിയിട്ടൊന്ന് വിശദമായിട്ടൊന്ന് സംസാരിക്കാം. മെറ്റേണിറ്റി ലീവ് 6 മാസം വരെയാണല്ലോ. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജോലിക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ വരുന്ന സമയം എന്ന് വെച്ചാൽ അമ്മ ജോലിക്ക് പോകുമ്പോൾ എങ്ങനെ പാല് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഉദ്ദേശം. നമ്മുടെ പ്ലാനിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും വേണം. അറ്റ് ദ സെയിം ടൈം മറ്റേ പാല് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 1 വയസ്സിന് താഴെ പശുപാല് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഏതെങ്കിലും പൊടിപ്പാല് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് വേണ്ടി വരും. പൊടിപ്പാല് കൊടുക്കുന്നത് നമുക്ക് എങ്ങനെ കുറയ്ക്കുകയും ചെയ്യാം, അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാം. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള ഫീഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുറുക്ക് രൂപത്തിൽ, പിന്നെ പഴമ്പുഴുങ്ങിയ ഒരു സെമി സോളിഡ്, പിന്നെ കട്ടിയുള്ള ചോറ്, അങ്ങനെ കരപരാർത്ഥങ്ങൾ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ജോലിക്ക് പോയി 6 മാസം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പാല്, പൊടിപ്പാല് എന്തായാലും ഡെഫിനറ്റ് വേണം. അത് അതിൽ പറഞ്ഞിരിക്കുന്ന അനുപാതം അനുസരിച്ച് കലക്കി കൊടുക്കണം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ബോട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഗോകർണം ഉപയോഗിച്ചോ, 6 മാസം കുട്ടി ആയതുകൊണ്ട് ചിലപ്പോ ഗ്ലാസ്, പൊക്കുള്ള ടൈപ്പുള്ള ഒരു ഗ്ലാസ് ഒക്കെ കിട്ടും, അതിലും കുട്ടി നന്നായി കുടിക്കുന്നതാണ്. അപ്പോൾ അമ്മ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ നമുക്ക് കുറുക്ക് രൂപത്തിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അമ്മ ജോലിക്ക് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നേരത്തെ പാല് നെക്സ്റ്റ് കൊടുക്കേണ്ട പാല് നമുക്കൊന്ന് പിഴിഞ്ഞു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ ഇതിൽ നമുക്കൊരു 4 hours വരെ വെക്കാം. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ പമ്പ് ഉപയോഗിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 24 hours വരെ വെക്കാം. അത് ഇത്തിരി റിസ്ക്കിയാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഏറ്റവും നല്ലത് ഒരു നെക്സ്റ്റ് 4 hours നെക്സ്റ്റ് ഫീഡിന് വേണ്ടിയുള്ള പാല് പിഴിഞ്ഞു വെക്കാം. അതിനുശേഷം നമ്മൾ കുറുക്ക് കൊടുക്കാം. പിന്നെ 1-2 പ്രാവശ്യം നേരം കുറുക്ക് കൊടുക്കാം. അതിന്റെ നേരത്തിൽ 1-2 പ്രാവശ്യം ഈ കലക്കി വെക്കുന്ന പാല് കൊടുക്കാം. അപ്പോ അമ്മ വന്നതിന് ശേഷം പാല് നന്നായി കുടിപ്പിക്കുക. രാത്രി കുറച്ച് കൂടുതൽ നന്നായി പാല് കുടിപ്പിക്കുകയാണെങ്കിൽ ആ പാല് വറ്റാതെ നിൽക്കും. അപ്പോ ഇതാണ് ആ ട്രാൻസിഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കുപ്പി ഒരിക്കലും ഉപയോഗിക്കരുത്. പശുപാല് പരമാവധി 1 വയസ്സിന് താഴെ അവോയ്ഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു 7-8 മാസമാവുന്ന കുട്ടിക്ക് നമുക്ക് ഒരു 4 നേരം കട്ടിയാരം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ എക്സ്ട്രാ പുറമേ നിന്നുള്ള പാല് ഒരു 2 പ്രാവശ്യമൊക്കെ കൊടുക്കേണ്ട വരുമല്ലോ. കാരണം ഒരു നേരത്തെ പാല് നമ്മൾ പിഴിഞ്ഞു വെച്ചതുണ്ട്, പിന്നെ 2 പ്രാവശ്യമൊക്കെ കൊടുക്കേണ്ട വരുമല്ലോ. പിന്നെ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മയ്ക്ക് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് നിന്ന് പോകാതെ തന്നെ ജോലിക്കാർക്ക് കുട്ടികളെ പരിചരിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഇതിനെ പറ്റി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്താൽ മതി. ഞാൻ അതിൽ സംശയങ്ങൾ റിപ്ലൈ ചെയ്യാം.